ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന, ഇതൊരു ആലങ്കാരികമായിട്ട് പറയുകയാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. മുങ്ങിക്കുളിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന ഒരു കാര്യമാണ് KM എബ്രഹാമിൻ്റെ കാര്യത്തിന്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വിധി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ആശ്വാസം പകരുന്നതാണോ? ഡെഫിനറ്റായിട്ട് ഒരു ടെമ്പററി റിലീഫാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏതാണ്ട് ഇപ്പോൾ വളരെ 10-15 മിനിറ്റ് മുമ്പ് വന്ന ഒരു വിധി ഒരു സ്റ്റേ ആണ്. അതായത് ഒരു ടെക്നിക്കലായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഞാനതിൻ്റെ വിധി പകർപ്പൊന്നും കണ്ടില്ല. എന്നാലും ഞാൻ അതിൻ്റെ ഒരു റിപ്പോർട്ട്സ് വായിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു സ്റ്റേ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ CBI അന്വേഷണം മുന്നോട്ട് പോകുന്നതിന്. അതിൻ്റെ ഒരു ടെക്നിക്കൽ കാരണമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രെയർ പെർമിഷൻ വാങ്ങിച്ചില്ല ഇങ്ങനെ ഒരു കാര്യത്തിന്. അപ്പം അതിൻ്റെ ഒരു ആർഗ്യുമെൻറ്റും മറ്റുമൊക്കെ ഒരു പക്ഷേ വന്നേക്കാം. കാരണം ഒരു ഹൈക്കോടതി നിർദ്ദേശം കൊടുത്ത് FIR ഫയൽ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രെയർ പെർമിഷൻ കൊടുക്കണോ എന്നുള്ള ഒരു കാര്യം അതിനകത്തുണ്ട്. എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു സ്റ്റേ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സും മറ്റുമൊക്കെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ പരാതിക്കാരൻ ഒരു കേൾക്കാതെ വിധി പറയരുത് എന്ന് പറഞ്ഞിട്ടൊരു മോഷൻ മൂവ് ചെയ്തിട്ടുണ്ട്, ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി ഒരു സർപ്രൈസിങ് വിധിയാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് 2-3 ദിവസം മുമ്പ് ഒരു സിമിലർ കേസിൽ CBI എൻക്വയറി പറഞ്ഞിരുന്ന കർണാടകത്തിലെ ഒരു കേസിൽ സുപ്രീം കോടതി അതിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിധിയുണ്ടായിരുന്നു. റിപ്പോർട്ടഡ് ഒരു വിധിയാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു മർഡർ കേസിൽ K. രഘുനാഥിൻ്റെ മർഡർ കേസിൽ ഒരു മഞ്ജുനാഥോ മറ്റൊരു ഇതുണ്ട്. അപ്പോൾ അവർ അന്ന് വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇതിനകത്ത് ഒരു കാരണവശാലും ഒരു പ്രൊസീജിയറൽ ഒരു എറർ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അല്ലാതെ ഇതിനകത്ത് ഒരു ഇടപെടൽ സുപ്രീം കോടതി നടക്കില്ല എന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്യുക ഒരു കേസ് 2-3 ദിവസം മുമ്പുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ അവിടെ റേസ് ചെയ്യും. പ്രൊസീജിയറലായിട്ട് 17.A അനുസരിച്ച് ഒരു പ്രെയർ പെർമിഷൻ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിൽ നിന്ന് വന്നില്ല, അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ് കിട്ടിയിരിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഒരു ബിഗർ പിക്ചറുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇദ്ദേഹം ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്സ് കൊണ്ടുവന്നു വളരെ വ്യക്തമായിട്ട്. അത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. നമ്മളതിനെപ്പറ്റി കൂടുതൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എസ്പെഷ്യലി ഒരു KM എബ്രഹാമിനെ പോലെ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റ്. സെലിബ്രേറ്റഡ് എന്ന് പറയുന്നത് അദ്ദേഹം സെബിയുടെ ഡയറക്ടറായിരുന്നു. സെബിയുടെ ആ സമയത്ത് അദ്ദേഹം സഹാറ പോലുള്ള, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വരെയൊക്കെ വളരെ കാലം സ്പോൺസർ ചെയ്തിരുന്ന സഹാറ ഒരു ഫൈനാൻസിങ് കമ്പനിയാണ്. അപ്പോൾ അവർ ബോണ്ട് ഇഷ്യൂ ചെയ്തു. അത് അൺഓതറൈസ്ഡ് ആണ്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലല്ല, അത് പബ്ലിക് ഇഷ്യൂ പോലെ നടത്തിയതാണ് എന്നൊരു അന്വേഷണം നടത്തുകയും അത് കംപ്ലീറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങിച്ചവരുടെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഓർഡർ ഇടുകയും ചെയ്ത ഒരു ഓഫീസറാണ്. അത് സുപ്രീം കോടതി അതിന് കൺഫേം ചെയ്യുകയും ചെയ്തു. അതോടെ എനിക്ക് തോന്നുന്നു ഈ സഹാറ എന്ന് പറയുന്ന ആ ഒരു കോർപ്പറേറ്റ് ഏതാണ്ട് ഇല്ലാതെയായി. ഈ അതിൻ്റെ പ്രൊമോട്ടർ ജയിലിലാകുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അതുമുതൽ അദ്ദേഹം ഒരു ആൻറ്റി കറപ്ഷൻ ക്രൂസേഡർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ഓഫീസറായിരുന്നു. മാത്രമല്ല അദ്ദേഹം വളരെയധികം ബിരുദങ്ങളും ക്വാളിഫിക്കേഷൻസും ഒക്കെ ഉള്ള ഒരു ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പം അത്രയും ഹയർ ലെവൽസിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഉള്ള ഒരു മനുഷ്യനാണ്. പിന്നെ ഇതിനെല്ലാം പുറമെ അദ്ദേഹത്തിൻ്റെ ആളുകൾ, വളരെ അടുപ്പമുള്ള ആളുകൾ പറയുന്നത് വളരെ ഫ്രൂഗലായിട്ടുള്ളൊരു ലിവിങ് സ്റ്റൈലുള്ള ഒരു മനുഷ്യനാണ്. അതായത് അങ്ങനെ വലിയ ആർഭാടമൊന്നും കാണിക്കുന്ന ഒരു ആളല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരാൾ ഈ ഹൈക്കോടതി അക്കമിട്ട് നിരത്തി ഓരോ കേസിലും
ഈ ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന് പറയുന്ന ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കുന്ന ആൾ, അദ്ദേഹം വളരെ വലിയ റിസർച്ച് നടത്തി അക്വിസിഷൻ ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് ആകട്ടെ, അല്ലെങ്കിൽ പുതിയ ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കിട്ടിയതാകട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല. ഇതാണല്ലോ. അപ്പോൾ അതിന് നാച്ചുറലി ഹൈക്കോടതി ഒരു അന്വേഷണം നടത്താൻ പറഞ്ഞു. അതിനെ ഇപ്പം അദ്ദേഹം ഈ എബ്രഹാം പോയി ഒരു സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു പൊതുസമൂഹം എന്ത് മനസ്സിലാക്കണം, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പോയിന്റ്. അതായത് ഒരു സ്റ്റേ വന്ന സമയത്ത് ഇത്രയും ഫ്രാഞ്ചിക്കായിട്ട് ഒരു അപ്പീലും അതിനൊരു സ്റ്റേ വാങ്ങിക്കലും മറ്റുമൊക്കെ നമുക്കറിയാം. ഈ സുപ്രീം കോടതിയിലൊക്കെ ഇത് ടാക്സ് പേയേഴ്സ് മണിയാണോ അതോ എബ്രഹാം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത പൈസയാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ വളരെ ഇത്രയും വലിയ ഒരു പൊസിഷനിൽ നിന്നയാൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ, നോളജബിൾ ആയിട്ടുള്ള ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഭീതി അദ്ദേഹത്തിന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കേസല്ല. എനിക്ക് തോന്നുന്നു 2009 ഈ പറയുന്ന അദ്ദേഹം ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയിരുന്നു നാച്ചുറലി. അപ്പോൾ ആ ഉണ്ടാക്കിയിരുന്ന ആളുകൾ അംബാനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എഗൻസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ആ മൂവ് ചെയ്തതിന് സമയം മുതലേ ഇദ്ദേഹത്തിനെ പറ്റി ഈ പറയുന്ന ഡിസ്പ്രപ്പോർഷൻ അസറ്റിൻ്റെ പരാതിയുണ്ട്. ആ പരാതി അനുസരിച്ച് ഫിനാൻസ് മിനിസ്ട്രിയിലെ ആളുകൾ എനിക്ക് എഗൻസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ് അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 2009 മുതൽ 10-25 വർഷത്തോളമായ ഒരു കേസാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം സംഹൗ ഓർ ദി അതർ ഇദ്ദേഹം ഇതിനെ ഡിഫ്ലക്റ്റ് ചെയ്യാനും ഡിലേ ചെയ്യാനും അവോയ്ഡ് ചെയ്യാനും ഇവേഡ് ചെയ്യാനും മറ്റുമൊക്കെയുള്ള ടാക്ടിക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു മലയാളി, കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ വലിയ രീതിയിൽ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് മനസ്സിലാക്കണം? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ബ്യൂറോക്രസിയിൽ തന്നെ ഒരു PV അൻവർ, ഒരു ജനപ്രതിനിധിയായ അദ്ദേഹം MR അജിത് കുമാർ എന്ന് പറഞ്ഞ ഒരു IPS ഉദ്യോഗസ്ഥന് അഗൻസ്റ്റായിട്ട് ADGP അദ്ദേഹത്തിന് അഗൻസ്റ്റായിട്ട് ഒരു ശക്തമായ വളരെ വിശ്വസനീയമായ രീതിയിൽ വളരെ കറപ്ഷൻ ചാർജസിന് അല്ലെങ്കിൽ ഇത് തന്നെ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് അദ്ദേഹം സ്ഥലം വാങ്ങിച്ചു എന്നും അതിൽ സ്വത്ത് സമ്പാദനം നടത്തി എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്തുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ IPS ഉദ്യോഗസ്ഥൻ വളരെ ഓപ്പണായിട്ട് ഞാൻ അതിൻ്റെ എന്ത് അന്വേഷണവും നേരിടാൻ ഞാൻ സന്നദ്ധനാണ് എന്നറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ 2 ഡിഫറൻസ് ഉണ്ട്. ഞാൻ ആരെയും വെള്ളപൂശാനോ അല്ലെങ്കിൽ ആരും ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നൊന്നുമല്ല. അപ്പോൾ ആരാണ് കൂടുതൽ ജനമധ്യത്തിൽ ആക്സെപ്റ്റബിൾ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പെർസെപ്ഷനാണല്ലോ നമുക്ക് തോന്നുന്നത്, ഒരു പെർസെപ്ഷനാണ്. ആ പെർസെപ്ഷനിൽ നമ്മൾ ഈ പറയുന്ന ഏത് ആക്റ്റാണ് നമ്മൾ കൂടുതൽ നമുക്ക് ഒരു അപ്രീഷ്യബിളായിട്ട് തോന്നുന്നത്? രണ്ടും ഈ പറയുന്ന സിവിൽ സർവൻസ് ആണ്. ഒരാൾ സെർവിങ് ആണ്, ഒരാൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് തുടരുന്ന ഒരാളാണ്. അപ്പോൾ അത് ഇന്നത്തെ പലരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ ഒരു കറപ്ഷൻ്റെ കാര്യത്തിൽ ഒരു പബ്ലിക് എന്ന് പറയുമ്പോൾ ടെക്നിക്കലായിട്ട് പ്രയർ പെർമിഷൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് സ്റ്റേ വാങ്ങിക്കുമ്പോൾ ഈ പറയുന്ന വലിയ കീ പൊസിഷനിൽ ഒരു അഡ്വൈസറായിട്ടിരിക്കുന്ന KM എബ്രഹാമിന് ഒരിക്കലും ഒരു ശോഭയല്ല, ഇറ്റ് ഡസൻ മീൻ എനിത്തിങ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംശയങ്ങൾ കൂടുതലായിട്ട് ആളുകൾക്കുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.